മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണം സംഘടിപ്പിച്ചു. UDF കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. UPA മുന്നണി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജി ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ മൻമോഹൻ സിംഗ് കേന്ദ്ര ധനകാര്യമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ ഐക്യരക്ഷയ്ക്ക് സംഭവിച്ചത് ഇന്ത്യക്ക് സംഭവിക്കുമായിരുന്നുവെന്ന് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ജി ദേവരാജൻ പറഞ്ഞു. 2016 നോട്ട് നിരോധനമുണ്ടായപ്പോൾ മൻമോഹൻ സിംഗ് അതിനെ വിശേഷിപ്പിച്ചത് നിയമപരമായ മണ്ടത്തരവും സംഘടിതമായ കൊള്ളയും ആണെന്നായിരുന്നു. പിൽക്കാലത്ത് അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തതായി ജി ദേവരാജൻ ചൂണ്ടിക്കാട്ടി. ഈ രാജ്യത്ത് അന്ന് വരെ നിലനിന്നിരുന്ന ഒരു സാമ്പത്തിക മേഖലയെ മാറ്റിമറിക്കുന്നതിന് സഹായകരമായിരുന്നുവെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഏതു തരത്തിലാണ് ഈ രാജ്യത്തെ സാധാരണക്കാരന് പ്രയോജനം ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കെടുക്കുവാനുള്ള സമയമൊന്നും ആയിട്ടില്ല. കാരണം അതിനിടയിലാണ് ലോകത്തെമ്പാടും സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ഒരു ഇൻഷുറൻസ് കമ്പനി തകർന്നപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല തീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അമേരിക്കയിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും അപ്രകാരമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S ബിന്ദുകൃഷ്ണ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ്, RSP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് തേവള്ളി R സുനിൽ, അഡ്വക്കേറ്റ് കൈപ്പുഴ V രാംമോഹൻ, KPCC സെക്രട്ടറി സൂരജ് രവി, CPI നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ്, നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന് സ്വന്തമായതിൽ നമുക്കറിയാം, സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അമേരിക്കയിലെ ബാങ്കുകളടക്കം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായപ്പോ ഇന്ത്യയിൽ ഒരു ബാങ്കും അങ്ങനെ പോയിട്ടില്ല. ബാങ്ക് ദേശസാൽക്കരണം അടക്കമുള്ള സാമ്പത്തിക നയങ്ങളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിണതപ്രജ്ഞരായ നേതാക്കന്മാർ, പ്രധാനമന്ത്രിമാർ അടിത്തറയിട്ടെടുത്ത് കാലാനുസൃതമായ സാമ്പത്തിക ഗതിവേഗത്തിന് അവസരമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.